ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞിട്ടുണ്ട്. നാളെ സൺഡേ ആയതുകൊണ്ട് കുറച്ച് നേരം ചില്ല് ചെയ്തിരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ച് ജ്യൂസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കോൾഡ് കോഫി, പിന്നെ ഒരു മാംഗോ, പിന്നെ ഒരു ജിഞ്ചർ ലൈമും. നല്ല അടിപൊളിയായിരുന്നു ജ്യൂസൊക്കെ. അപ്പോൾ അതൊക്കെ കുടിച്ച് ഞങ്ങൾ ബിഗ് ബോസ് കണ്ടിരിക്കുകയായിരുന്നു. നാളെ ഇനിയിപ്പോൾ സൺഡേ അല്ലേ, നേരത്തെ എണീക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞങ്ങളങ്ങനെ കുറച്ച് നേരം ചില്ല് ചെയ്തിരുന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെ എണീറ്റപ്പോൾ 8:30 ആയിട്ടുണ്ട്. ഞായറാഴ്ചകളിൽ അങ്ങനെയാണ്, ചിലപ്പോൾ 9:30 ആവും എണീക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതാണെങ്കിൽ രാവുണ്ണി വെള്ളത്തിലിട്ട കുറച്ച് സവോളയും വെളുത്തുള്ളിയായിരുന്നു, അത് ഉണക്കാൻ വെച്ചതായിരുന്നു. രാവുണ്ണിയാണെങ്കിൽ എന്തെങ്കിലും കള്ളത്തിൽ ഒപ്പിക്കുന്ന സമയത്ത് ഞാനത് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ആദ്യം പാടുന്ന പാട്ടാണ് ജോണി ജോണി. അപ്പോൾ അവൻ ജോണി ജോണി പാടി കഴിഞ്ഞാൽ ബാക്കി ഞാൻ പാടുമല്ലോ, അവൻ്റെ മൈൻഡ് മാറും. അപ്പോൾ ഞാൻ ദേഷ്യപ്പെടാതിരിക്കാനുള്ള അവൻ്റെ ഒരു ട്രിക്കാണത്. അത് കഴിഞ്ഞ് അവർ നേരെ ബ്രഷ് ചെയ്തു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് പുട്ടും മുതിരക്കറിയാണ്. അപ്പോൾ അതാവാൻ എന്തായാലും കുറച്ച് സമയമെടുക്കും. അപ്പോഴേക്കും ഇവർക്ക് രണ്ടുപേർക്കും നന്നായി വിശക്കും. അപ്പോൾ ഞാൻ അവർക്ക് കുറച്ച് ആപ്പിൾ കട്ട് ചെയ്ത് കൊടുത്തു. രാവുണ്ണിക്ക് ആപ്പിളിൻ്റെ കൂടെ കുറച്ച് കാഷ്യൂസും കൊടുത്തു. അപ്പോൾ രണ്ടുപേരും കുറച്ച് നേരം നല്ല കുട്ടികളായിട്ട് ഇരിക്കും ഫുഡ് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എനിക്ക് ഈ ഗ്യാപ്പിൽ കുക്ക് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. കുഞ്ഞാണെങ്കിൽ ആപ്പിൾ ഫുള്ളായിട്ട് കഴിക്കുകയൊന്നുമില്ല. അവിടെ ഇവിടെയും കടിച്ച് കുറച്ച് നീരെടുത്ത് തുപ്പിയിടും, അങ്ങനെയാണ് ചെയ്യാറ്. എന്നാലും കുറച്ച് നേരം അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞ് ഞാൻ മുതിര വേവിക്കാൻ വെച്ചു. ഇതിൻ്റെ ഇടയിൽ ഞാൻ പോയി നോക്കുമ്പോൾ കുഞ്ഞ് കഴിക്കുന്നുണ്ട്. രാവു വയസ്സായ അമ്മമാരിരിക്കണ പോലെ കാലൊക്കെ നീട്ടി നിവർത്തിയിരുന്ന് കഴിക്കണ കണ്ടപ്പോൾ എനിക്ക് പാവം തോന്നി. അത് കഴിഞ്ഞ് ഞാൻ പുട്ടിനുള്ള പൊടി നനച്ച് വെച്ചു. ഞാനാണെങ്കിൽ ഇന്നലെ തന്നെ രാത്രി തേങ്ങയൊക്കെ ചിരവി വെച്ചിട്ടുണ്ടായിരുന്നു. വേറെ എന്തൊരു ആവശ്യത്തിന് തേങ്ങയുടെ ആവശ്യം വന്നപ്പോൾ ഞാൻ ഇതിക്കും കൂടി ഉള്ളത് ഇതേപോലെ ചിരവി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മുതിര വറവിടാൻ വേണ്ടിയിട്ട് കുറച്ച് കൊച്ചുള്ളിയൊക്കെ നന്നാക്കി, ഇത് കൊച്ചുള്ളിയും അതുപോലെ വറ്റൽമുളകും കൂടി ചതച്ചിട്ട് ആണ് വറവിടാറ്. ഞാൻ നോക്കുമ്പോൾ കുഞ്ഞാണെങ്കിൽ ആപ്പിൾ എല്ലായിടത്തും കളഞ്ഞിട്ടുണ്ട്. അവൾക്ക് ഇതേപോലെ ഞാൻ ഒറ്റയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ കൊടുക്കാറുണ്ട്. കൂടുതലും അവൾ ഒറ്റയ്ക്ക് തന്നെ കഴിക്കാറ്. അപ്പോൾ ഇതേപോലെ എല്ലായിടത്തും ആക്കും. ഇതേപോലെ തന്നെയായിരുന്നു രാവുണ്ണിയും, എല്ലായിടത്തും കളയായിരുന്നു. പക്ഷെ അവൻ അങ്ങനെയാവാൻ പഠിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിയാലും അവർ വേഗം ഒറ്റയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇപ്പോൾ 2 പേർക്കും അങ്ങനെ തന്നെയാണ്. അവരെന്നെ അവരുടെ കാര്യങ്ങളൊക്കെ ഒരുവിധം ചെയ്യും ഫുഡിൻ്റെ കാര്യത്തിൽ. അപ്പോൾ എനിക്ക് കുറേയൊക്കെ ഒരു ആശ്വാസമാണ്. ഇതേപോലെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കുറച്ച് നേരം ഫുഡായിട്ട് ഇരിക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ കുറേ പണികളൊക്കെ ഇങ്ങനെ നടക്കും. അപ്പോൾ 2 കുട്ടികളെ വെച്ചിട്ട് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പലർക്കും ഇങ്ങനെ അതിശയം തോന്നാറുണ്ട്. അപ്പോൾ ഇതേപോലെ ഫുഡ് കൊടുക്കും. അപ്പോൾ കുറേ നേരം ഇരിക്കും. അതേപോലെ എന്തെങ്കിലും പാത്രങ്ങൾ, അതേപോലെ കളിക്കുന്ന എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസം ഇതുവരെ കാണാത്ത ഓരോന്ന് വെച്ചെടുക്കാൻ ചെയ്യാറ്. അങ്ങനെ അവർ കുറേ നേരം ഇരിക്കും. രാവുണ്ണിക്കാണെങ്കിൽ കുക്കർ ഭയങ്കര പേടിയാണ്. കുക്കർ വിസിലടിക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ഭയങ്കര സങ്കടമാണ്. അവൻ കരച്ചിലായി പുതപ്പെടുത്ത് മൂടി പുതച്ച് കിടക്കും. അമ്മ ഓഫാക്കി, അമ്മ ഓഫാക്കിട്ടാ. ഇഷ്ടായോ?
ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് ഞാൻ പുട്ടും മുതിരക്കറി എടുത്തിട്ടുണ്ട്. അപ്പോൾ പുട്ട് ഇനിയിപ്പോൾ ഇവർ കഴിക്കുന്ന സമയത്ത് ഇതിങ്ങനെ തരി തരി ആയതുകൊണ്ട് എല്ലാം കൊടുത്ത് അവർ കളഞ്ഞ് എനിക്ക് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ എന്ത് പണി ചെയ്തു, ഇവർക്ക് രണ്ടുപേർക്കും വാരി കൊടുത്തു. രാവു ആണെങ്കിലും കുഞ്ഞാണെങ്കിലും ഇതേപോലെ ഇവർക്ക് ഞാൻ ഒപ്പം വാരി കൊടുക്കും. കുഞ്ഞിക്കൊന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുത്താൽ മതി. നല്ല കുട്ടികളായിട്ട് അവരിരുന്ന് കഴിക്കും. അത് കഴിഞ്ഞിട്ട് അവർക്ക് എണ്ണ തേച്ച് കൊടുത്തു. ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് കുളിപ്പിച്ച് എന്തെങ്കിലും ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ട് ഉറക്കാണ്. അങ്ങനെയാണ് പതിവ്. ചില ദിവസങ്ങളിൽ അവർ അമൃതം പൊടിയുടെ കുറുക്കായിരിക്കും കഴിക്കുക, ചിലപ്പോൾ നേന്ത്രപ്പഴം പുഴുങ്ങിയതായിരിക്കും കഴിക്കുക, ചിലപ്പോൾ കഞ്ഞിയാണ് കൊടുക്കാറ്. കൂടുതലും കഞ്ഞിയാണ് ഉച്ച സമയത്ത് കൊടുക്കാറ്. അവർക്ക് ഇഷ്ടമാണ് കഞ്ഞി കുടിക്കാൻ. അപ്പോൾ ഞാൻ കുറച്ച് ചെറുപയറൊക്കെ ഇട്ടിട്ട് കഞ്ഞി വെച്ചു. ഇന്ന് ഞങ്ങൾക്കും ഉച്ചയ്ക്ക് കഞ്ഞി തന്നെയാണ്. അപ്പോൾ വലിയ പണിയില്ലാതെ എല്ലാവരും അടുക്കളയത്തെ പണികൾ അങ്ങനെ കഴിഞ്ഞു. ബായ് ബായ് പറഞ്ഞേ, അവ കൊടുത്തേ. ഹൈഫൈ എങ്ങനെയാ കാണിക്കുക? ഹൈഫൈ. ആ ഗുഡ് ഗേൾ. നീ അമ്മ പറഞ്ഞേ, അച്ഛാ പറഞ്ഞേ, അമ്മമ്മ പറഞ്ഞേ. അമ്മയുടെ പേരെന്താ? അമ്മയുടെ പേര് സ്നേഹ പറഞ്ഞേ. ഓക്കെ, ഡാൻസ് ചെയ്യോ? പോയല്ലോ. ഇന്നലെ വാങ്ങിയ ജ്യൂസ് നല്ല ടേസ്റ്റ് ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ വീണ്ടും വാങ്ങി. രാവുണ്ണിക്കും നല്ല ഇഷ്ടമായി. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവരെന്നെ പതുക്കെ ഉറക്കി. അവർ ഉറങ്ങിയ ഗ്യാപ്പിൽ ഞാൻ കുളിക്കാറാണ് ചെയ്യാറ്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുറച്ച് ക്ലീനിങ്ങും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. സാധാരണ ഈ സെൽഫ് കെയറിനൊന്നും സമയം കിട്ടാറില്ല. ഇന്ന് സൺഡേ ആയതുകൊണ്ടും ചില സൺഡേസിലൊക്കെ ഹസ്ബൻഡിനും വർക്ക് ഫ്രം ഹോമോ അല്ലെങ്കിൽ ഏതെങ്കിലും ലൊക്കേഷനിലൊക്കെ പോകാണ്ടായിരിക്കും. അപ്പോൾ ആൾക്ക് ഇന്ന് പോകാനൊക്കെ ഉണ്ടായിരുന്നു. ആൾ പോയി വന്ന് ആ ഗ്യാപ്പിൽ എനിക്ക് പിള്ളേർ ഉറങ്ങുന്ന സമയമായതുകൊണ്ട് എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഗ്യാപ്പിൽ നടന്നു. പിന്നെ ഇവിടെ ബാക്കിൽ പാടാം. അപ്പോൾ അവിടെ സൺസെറ്റ് കാണാൻ നല്ല രസമാണ്. അവിടെ നിന്ന് നല്ല കാറ്റൊക്കെ വീശും. ആ സമയം നല്ല രസമാണ് അവിടെ. അപ്പോൾ വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തു. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് രാവുണ്ണിയും അച്ഛനും കൂടിയിട്ട് ബൈക്കിൽ പുറത്തേക്ക് പോയി. അവർ വരുമ്പോൾ എന്തെങ്കിലും സ്നാക്സ് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കാൻ വേണ്ടി പാലടുപ്പത്ത് വെച്ചപ്പോഴാണ് അവരെത്തിയത്. എങ്ങനെയുണ്ട്? യമ്മിയാണോ? പുറത്തു നിന്നുള്ള കഴിക്കുന്നല്ലേ. അവർ വരുമ്പോൾ ചിക്കൻ കൊടുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ ഞാൻ ക്ലീൻ ചെയ്തിട്ട് കുറച്ച് നേരം സുറുക്ക വെള്ളം ഒഴിച്ചിട്ട് അതിലിട്ട് വെക്കും. അപ്പം നല്ല വൃത്തിയായി കിട്ടും. അത് കഴിഞ്ഞ് 2 ലെഗ് പീസ് രാവുണ്ണിക്ക് വേണ്ടിയിട്ട് ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അധികം എരിവില്ലാത്ത മസാല തേച്ചിട്ട് മാറ്റി വെച്ചു. പിന്നെ 2 സെറ്റായിട്ട് ഇനിയിപ്പോൾ ഈ വീക്കിൽ ഏതെങ്കിലും ദിവസങ്ങൾ കറി വയ്ക്കാനോ അല്ലെങ്കിൽ ഫ്രൈ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞാൻ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് റൈസൊക്കെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നാളെ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സവോള അരിഞ്ഞു വെച്ചതാണ്. അപ്പോൾ ഞാൻ രാത്രി തന്നെ ഇതേപോലെ നാളെ രാവിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ എനിക്ക് രാവിലെ ഈസി ആയിട്ട് കുക്കിംഗ് നടക്കും. അപ്പോൾ നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വെള്ളയപ്പമാണ്. അപ്പോൾ വെള്ളയപ്പത്തിനുള്ള മാവ് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണം. അപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോഴാണെങ്കിൽ കുഞ്ഞ് കാലിൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ഭയങ്കര കരച്ചിലാണ്. ചില സമയത്ത് അങ്ങനെയാണ്. ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അടുക്കളയിൽ കയറി ഉണ്ടാക്കുന്ന സമയത്ത് അവൾക്ക് അവളുടെ കൂടെ വന്നിരിക്കണം. അതാണ് അവളുടെ ആഗ്രഹം. അപ്പോൾ ഞാൻ വേഗം ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഇതിക്ക് കറിയായിട്ട് കണ്ണേട്ടൻ വരുന്ന സമയത്ത് ഒരു പോർക്കിൻ്റെ ഒരു ഗ്രേവി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടിയിട്ടാണ് ഫ്രൈഡ് റൈസൊക്കെ കഴിച്ചത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഇനി അടുത്ത വ്ളോഗിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.